സാറേ പ്രസാദം. ആ മത്സരത്തിലെ തന്റെ കാശ് മാത്രം കിട്ടാണല്ലോ. തഞ്ചാവൂർക്കാണെങ്കിൽ ഞാൻ വരാം. അതിനത് തീർത്ഥാടനല്ല ചേച്ചി, ടൂറാ. നിങ്ങൾ വല്ല ഊട്ടിക്കോ കൊടൈക്കനാലിക്കോ എവിടെ വേണേലും പൊയ്ക്കോ, ഞാനില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. സാറേ പ്രസാദം. തീർത്ഥയാത്രയൊക്കെ എപ്പോഴാ വന്നേ? ഇന്നലെ. എപ്പോഴാ യാത്ര പോയേ? 13-ാം തീയതി. അപ്പൊ ഒരാഴ്ച വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി തന്ന പ്രസാദം കഴിച്ചിട്ട് ഒരാഴ്ച കക്കൂസി നേരം ഗ്യാപ്പ് കിട്ടിയില്ല. മദറി കുറച്ചു ദിവസം കിടന്നേ. ക്യാഷ് ലീവ് ഇല്ലേ, അതുകൊണ്ടാ. ഇയാളാരാ മാവ് വെച്ചിട്ടു? സുഷമേ, ചന്ദ്രേട്ടന്റെ ലേഖനുണ്ട് മാതൃഭൂമിയില്. പുള്ളിക്കാരൻ പെണ്ണുങ്ങളെ കുറിച്ച് എഴുതാറുള്ളൂ. വെറുതെ അല്ല നിന്റെ ട്രാൻസ്ഫർ ശരിയാവാത്തത്. ആദ്യം ചെർപ്പളശ്ശേരി. അമ്മമ്മയെ കാണണ്ടേ? അവിടുന്ന് നമ്മള് പാലക്കാട് എത്തുമ്പോഴേക്കും ഓഫീസിൽ നിന്നുള്ളവരെയും കൂട്ടി ബസ് വരും. നമ്മൾ ആ ബസ്സിൽ കയറി പോവും. എങ്ങോട്ടേക്ക് പോവും? ഊട്ടി, കൊടൈക്കനാല്, പറ്റിയ മൈസൂർ വരെ പോവും. ഊട്ടിയിൽ സ്പൈഡർമാൻ ഉണ്ടാവില്ല, പക്ഷെ അച്ഛനുണ്ടാവും. ഇതെന്ത് പണി സാറാണോ? ബാത്റൂമില്ല? ശബ്ദം കേട്ട് അറിയത്തില്ലയോ? ഇതെന്ത് പണിയാണ് സാറേ? ഞാൻ സാറിനോട് പറഞ്ഞല്ലേ നാളെ എനിക്ക് ലീവ് വേണം, വീട്ടിൽ പോകണമെന്നൊക്കെ. എന്റെ ഭാര്യയും കുഞ്ഞും അവിടെ ഞാൻ ചെല്ലണമെന്ന് കാത്തിരിക്കുക. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്നെ എന്തിനാ മെഡിക്കൽ കോളേജിൽ അടിയന്തര കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിട്ടിരിക്കണേ? അതിനെന്താ ഇവിടെ വേറെ ആളില്ലേ? ഹലോ, ക്ലോസറ്റ് വഴി പോയാ? എന്താ വരുന്നോ? എന്നെ കൊണ്ട് പല എടോ, ചെയർമാൻ പറഞ്ഞ എനിക്ക് എതിർക്കാൻ പറ്റുമോ? തിരുവനന്തപുരത്തെ ചിക്കൻ കുനിയ പടർന്നു പിടിക്കുന്നെന്ന് പറഞ്ഞ ചാനലുകാർ കടന്ന് മുറവിളി കൂട്ടുന്നത് താനും കണ്ടതല്ലയോ? സാറേ, കഴിഞ്ഞ തവണ പോകാൻ പറ്റാത്തതിന്റെ വിഷമം അവർക്ക് തീർന്നിട്ടില്ല. ഇപ്പതാ വീണ്ടും. അവർക്കും വേണ്ടേ സാർ സന്തോഷവും സമാധാനവും ഒക്കെ വേണ്ടേ? ഇതിനെല്ലാം കാരണക്കാരൻ ഒരൊറ്റയാളാ, ഏഡസ് ആൽബോപിറ്റസ്. ആരാണയാൾ? ചിക്കൻ കുനിയ പരത്തുന്ന കൊതുകാണയാൾ. അച്ചു, അച്ഛന്റെ ജോലി തിരക്കായോണ്ടല്ലേടാ. എന്തൊക്കെയായിരുന്നു? ഊട്ടി, കൊടൈക്കനാൽ, ചെർപ്പളശ്ശേരി. പിണങ്ങാതെടാ. വേണ്ട, എന്നോട് മിണ്ടണ്ട. അച്ഛൻ എപ്പോഴും ഇങ്ങനെ വരാന്ന് പറയും, വരില്ല. ജാനമാമാ, അച്ഛന്റെ സങ്കടവും കൂടി കാണാൻ എനിക്ക് വയ്യ. സുഷമേ. ആ ചേച്ചി. ചന്ദ്രൻ സാർ ഇപ്രാവശ്യം പറ്റിച്ചു അല്ലേ? പറ്റിച്ച ചന്ദ്രേട്ടനല്ല, ചിക്കൻ കുനിയാ. അയ്യോ, എന്താ അച്ചു? ഞാൻ ദേ എത്തി. ചന്ദ്രേട്ടൻ വന്നൂന്ന്. ആണോ? ഞാനൊന്ന് തൊഴുതിട്ട് വരാം. സ്പൈഡർമാൻ, 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 സ്പൈഡർമാൻ്റെ അമ്മോന്ന്, സ്പൈഡർമാൻ, സ്പൈഡർമാൻ. സൂക്ഷിച്ച് മോനെ. ഏയ്, അവിടെ നിക്കുന്നേ. ക്ഷമിക്കടൂ, മനഃപൂർവ്വമൊന്നുമല്ലല്ലോ. ലീവ് തരാതിരുന്ന ഞാൻ എന്ത് ചെയ്യാനും? വേണ്ട, ലോകത്തുള്ള നൃത്തക്കാരികളെ മുഴുവൻ കാണാനും ഇന്റർവ്യൂ ചെയ്യാനും അവരെ കുറിച്ച് എഴുതാനും ഒക്കെ സമയമുണ്ട്, ലീവും കിട്ടും. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അപ്പ തുടങ്ങും. ചിക്കൻ കുനിയ, പന്നിപ്പനി, നിയമസഭാ സമ്മേളനം, അടിയന്തര കമ്മീഷൻ. വേണ്ടപ്പാ, നമ്മളിവിടെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. അങ്ങനെയൊന്നും പറയല്ലപ്പാ. നമ്മള് ടൂറിന് പോകുന്നു. അതിന് അവരൊക്കെ ഇന്നലെ പോയില്ലേ? അവര് പൊക്കോട്ടെ, നമ്മള് പോകുന്നു ഫാമിലി ആയിട്ട്. വെറുതെ പറ്റിക്കൊന്നും വേണ്ട. അല്ലടി, പോവും. ഉറപ്പ്? ഉറപ്പ്. എവിടേക്ക്? നീ പറഞ്ഞിടത്തേക്ക്. ഇതെന്താ പാട്ടൊക്കെ? ചെന്ന് നോക്ക്. അളിയും പശുക്കളുടെ മുമ്പിൽ ഗാനങ്ങൾ തുടങ്ങി. ചാണോടിക്കാനായിരിക്കും. എന്താ അളിയത്? പൊളിച്ചല്ല.
പാട്ട് ഹൈടെക് കറവ. ആഹാ, പാട്ടിനും പാലിനും തമ്മിൽ ഇത്ര നല്ല ബന്ധാന്ന് നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലാവണേ. ശ്രീകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരിക്ക് ഓഡിയൻസ് ആരായിരുന്നു വെച്ചിട്ടാ ഈ വിറ്റോളല്ലേ. പാട്ട് കേട്ടാ പാല് കൂടുന്നാണ് പുതിയ കണ്ടുപിടുത്തം. ഇത് കൊള്ളാലിയാ. ഇവക്ക് ആശാ ഭോസ്ലെ മതി. പക്ഷെ ഇവള് മെഹന്തി ഹസന്റെ ആളാ. പാകിസ്ഥാനി ബ്രീഡ് വല്ലതായിരിക്കും. കഴിഞ്ഞ ദിവസം ഇവിടെ അച്ചു പറഞ്ഞിട്ട് ഞാൻ ഒരു പാട്ട് വെച്ചളിയാ. പാലെന്ന് വെച്ചാ 1.5 പാലായിരുന്നു. ഏത് പാട്ടാളി ഇട്ടത്? അത് നമ്മുടെ മറ്റേ ഗഗനം സ്റ്റൈൽ. എന്നിട്ട് 2 ദിവസം ടീം 3-1 അങ്ങടാ കുറഞ്ഞു. അയ്യോ, കാര്യങ്ങളാകെ തവിട് പൊടിയായി. പക്ഷെ ഞാൻ വിട്ടില്ല. ഞാൻ നമ്മുടെ ബാവുക്കേനെ തന്നെ അങ്ങോട്ട് പിടിച്ചു. മെലഡി ആവുമ്പോ വിശ്വസിക്കാം. കൂടുതലും ഇല്ല, കുറവുമില്ല, സ്റ്റഡി ആയിരിക്കും. ആ, സൊസൈറ്റി കൊടുക്കാനല്ലോ കൊടുത്തിട്ട് ബാക്കി വീട്ടാവശ്യത്തിനും കിട്ടും. ഹൈ, നമ്മക്കത് പോരെ. നമ്മക്ക് നമ്മുടെ ദാസേട്ടനും ചിത്രേച്ചിയും ജയനൊക്കെ മതിയെന്ന്. അവരാകുമ്പോ മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. കേൾക്കാനൊരു സുഖമുണ്ട്. പാലിങ് ഓ ദാ പറഞ്ഞു. ചോട്ടുബായ്, ഈ പാത്രം സൊസൈറ്റി തേക്കെ മറ്റേ പാത്രം എടുത്തിട്ട്. സ്ഥലം ഫിക്സ് ചെയ്തിട്ടോ. എവിടെയാ? ചന്ദ്രേട്ടാ, നമുക്ക് തഞ്ചാവൂര് പോയാലോ? വത്സലേടത്തെയാ പറഞ്ഞേ. ഓ, തഞ്ചാവൂരെങ്കിൽ തഞ്ചാവൂര്. അല്ല, ഇവരും വരുന്നുണ്ടാവും. വന്നോട്ടെ, പാവല്ലേ. ആ, പാവങ്ങളാ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കൂടെ കുറച്ച് പാവങ്ങളെ കൂടി കൂട്ടിക്കൊള്ളാൻ പറ. എന്നിട്ട് ലോറി പിടിച്ച് ജാഥയ്ക്ക് പോണ പോലെ നമുക്ക് പോവാം. ഒന്ന് പോ ചന്ദ്രേട്ടാ. കിനാവിൻ കിളികൾ മണിമേഘം തൊട്ടു മാനത്തു പാറുന്നേ. കിനാവിൻ കിളികൾ മണിമേഘം തൊട്ടു മാനത്തു പാറുന്നേ. ഇല്ലം വിട്ടു വേഗം നിറവല്ലം കെട്ടിവായോ മലയാളത്തുമ്പിയാളെ തളിരോമൽ പൈതലേ. സൂര്യൻ വന്നു ചായും തിരുകോവിൽ ഗോപുരങ്ങൾ കൊതിരി